സുഹൃത്തുക്കളെ, നമ്മുടെ പ്ലാനിംഗ് ഒക്കെ ആകെ തെറ്റി. റേഞ്ച് ഡ്രോപ്പ് ആയി, പഞ്ചേബി കുടുങ്ങിട്ടോ. നല്ല ചൊരാണ്. അതിന്റെ ഹെയർ പിൻ വളവിൽ വെച്ചിട്ടാണ് വണ്ടി നിൽക്കുന്നത്. ഫോണിലാണെങ്കിൽ റേഞ്ചും ഇല്ല, ആകെ ചുറ്റും കാട്. കൊണ്ട് ദൂരം പോകുന്നവരൊക്കെ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക. നമ്മുടെ ലൈഫിലുണ്ടായ ശരിക്കുള്ള ഒരു അനുഭവമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും പോലെ വാട്സപ്പിൽ തന്നെ ആയിരുന്നു ചർച്ച, എങ്ങോട്ട് പോകുന്നുള്ളത് തലേദിവസം. അങ്ങനെ പ്ലാൻ ചെയ്ത് മൂന്നാറിലുള്ള വട്ടവടയിലോട്ട് പോകാമെന്നായി. വണ്ടി ഏതെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ സാധാരണ നമ്മുടെ ഇലക്ട്രിക് വണ്ടി തന്നെയാണ് എല്ലാ ട്രിപ്പുകളിലും എടുക്കൽ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ പെട്രോൾ വണ്ടി എടുക്കും. എന്നാൽ പ്രാവശ്യം പെട്രോൾ വണ്ടി എടുത്താലോ എന്ന് ചോദിച്ചു. വണ്ടിയുടെ ടയർ ഇച്ചിരി മോശമാണ്. പെട്രോൾ അടിക്കുന്ന കാര്യം ചിന്തിച്ചിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഇലക്ട്രിക് വണ്ടിയിലോട്ട് തന്നെ എത്തി. ആ ടയറിൻ്റെ പ്രശ്നമല്ലേ, അതൊക്കെ നമുക്ക് മെല്ലെ പോകാം. ഇപ്രാവശ്യത്തെ ഈ ട്രിപ്പിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ നിന്നും ഫുൾ ചാർജ് ആക്കിയിട്ട് 100% വണ്ടി എടുത്ത് ഇറങ്ങുന്ന സമയത്ത് ആ റൂട്ടും കാര്യങ്ങളൊക്കെ സാധാരണ പോകുന്ന റൂട്ടാണ്. അപ്പോൾ പാലക്കാട് വരെ എന്തായാലും വണ്ടി ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള ഒരു ബേസിൽ തന്നെ ഫ്രണ്ട്സിന് കയറ്റിയിട്ട് രാവിലെ 4:30 മണിയൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു വണ്ടിയിൽ AC ഒന്നും ഇടണ്ട, അത്യാവശ്യം തണുപ്പ് ഇപ്പോഴേ ഉണ്ട്, നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വണ്ടിയിലുള്ള യാത്ര. പാലക്കാട് എത്തുന്ന സമയത്ത് വണ്ടിയിൽ 75% ചാർജ് ഉള്ളത്. വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഏകദേശം 200+ കിലോമീറ്റേഴ്സാണ് അവിടെ കാണിക്കുന്നത് ഇനി യാത്ര ചെയ്യാന്നുള്ളത്. അതിന് പാലക്കാട് വെച്ചിട്ട് എന്തിനാ ചാർജ് ചെയ്യണമെന്നുള്ളത് ആലോചിച്ചിട്ട് വണ്ടി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പൊള്ളാച്ചി കഴിഞ്ഞിട്ട് ഉദുമൽപേട്ട എന്നുള്ള സ്ഥലം എത്തിയപ്പോഴാണ് ചെറുതായിട്ട് ഇങ്ങനെ ചുരം ഇങ്ങനെ കയറുന്നത്. ആ ചുരം കയറുമ്പോഴാണ് റേഞ്ചിലോട്ടും നമ്മളെ പെർസെൻറ്റേജിലോട്ടൊക്കെ നമ്മുടെ നോട്ടം വീണ്ടും വരുന്നത്. 60% താഴോട്ട് വണ്ടി വന്നപ്പോഴാണ് ഈ റേഞ്ച് ആങ്സൈറ്റി എന്നുള്ള സംഭവം വല്ലാണ്ട് നമ്മളെ അലട്ടിയത്. ഞാൻ ഫോൺ എടുത്തിട്ട് പ്ലഗ് ഷെയർ ഒക്കെ എടുത്തിട്ട് ചാർജിങ് സ്റ്റേഷൻ അവിടെ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ആ ഭയാനകരമായിട്ടുള്ള ആ അവസ്ഥ മനസ്സിലാക്കുന്നത്. ആ ഭാഗത്ത് എവിടെ റേഞ്ച് ഇല്ല. വണ്ടിയിലിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് നമുക്ക് കോൺഫിഡൻസ് വന്നു, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ മുന്നേ പോയിട്ടുള്ള റൂട്ടാണിത്. അടുത്ത് കഴിഞ്ഞ് മറയൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ്. അവിടെ എന്തായാലും നിൻ്റെ ഈ പറഞ്ഞ ചാർജിങ് സ്റ്റേഷനൊക്കെ അവിടെ ഉണ്ടാവും എന്ന് പറയണം. ഞാനപ്പോഴും നോക്കിയത് ഈ മറയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും എന്ന് വെച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ഒരു 40 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. വണ്ടിയിലാണെങ്കിൽ ഒരു 160+ കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. ഇനി മൂന്നാർക്ക് തന്നെ അവിടുന്ന് ഒരു 86 കിലോമീറ്റേഴ്സൊക്കെ വരുന്നുള്ളൂ നമ്മളൊരു റഫായിട്ടുള്ള കാൽക്കുലേഷനിൽ. അതിൽ മാപ്പും കാര്യങ്ങളും നോക്കാൻ വണ്ടിയിൽ ഒന്നുമില്ല, കാരണം റേഞ്ച് ഇല്ലല്ലോ. അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ആ ഒരു EV ഡ്രൈവിംഗ് ഉണ്ടല്ലോ, ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വണ്ടി ഓടിച്ചിട്ടുള്ളത്. അങ്ങനെ അവസാനം ഞങ്ങൾ മറയൂരെത്തി. വണ്ടിയിൽ 35% ചാർജ് ഉള്ളത്. നമുക്ക് എത്തേണ്ട മൂന്നാറിലോട്ടാണെങ്കിൽ 40 കിലോമീറ്ററിന് മുന്നിലുണ്ട്. വണ്ടിയിൽ റേഞ്ച് കാണിക്കുന്നതാണെങ്കിൽ ഏകദേശം ഒരു 91 കിലോമീറ്ററും. അവിടെയുള്ള നാട്ടുകാരോട് ഇവിടെ EV ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊന്നും ഐഡിയ അല്ല. ഈ മൂന്നാറിലുണ്ട് എന്നുള്ളത് അവരും പറയുന്നുണ്ട്. മൂന്നാറിലുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ ആൾറെഡി അറിയാലോ. ഞാൻ പിന്നെ ചിന്തിച്ചത് ഇവിടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു സാധാ പവർ പ്ലഗ് കിട്ടിയെന്നെങ്കിൽ അതിലെങ്കിലും ചാർജ് ചെയ്തിട്ട് ഒരു 10% കയറ്റിയിട്ട് പോവല്ലേ സേഫ്റ്റി എന്നുള്ളത് ഇങ്ങനെ മനസ്സിലുണ്ട്. കൂട്ടുകാരോടും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് അതിപ്പോൾ ഇനിയിപ്പോൾ എവിടെ നിന്ന് കിട്ടാൻ, ആരാ തരിക? അങ്ങനെ എല്ലാവർക്കും ഡൗട്ടായി. നമുക്ക് മെല്ലെ പോയേക്കാം മുന്നോട്ട്, അത് എത്തുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു കോൺഫിഡൻസിൻ്റെ മുകളിൽ ഞാൻ വണ്ടി കയറ്റി. ആ സമയം എൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയായിരുന്നു, വണ്ടിയിൽ 35% ഉണ്ട്. ഓരോ ശതമാനം വെച്ച് നമ്മൾ പോയാൽ തന്നെ ഈ 35 കിലോമീറ്റർ കിട്ടും. പിന്നെ എനിക്ക് സാധാരണ 1%-ൽ 1 കിലോമീറ്റർ അല്ലല്ലോ കിട്ടാറ്. എനിക്കറിയായിരുന്നു ലാസ്റ്റത്തെ ഒരു 20%-ൽ മുന്നേ ഒരു ഡ്രോപ്പ് കാണിച്ചിട്ടുണ്ട്. ദൈവമേ, ഇനി ആ ഒരു പ്രശ്നം കാണിക്കരുത് എന്നുള്ളതും മനസ്സിലുണ്ട്. നമ്മൾ കുടുങ്ങിയൊരു കണ്ടീഷനാണല്ലോ. വേറെ എവിടെയും ഇവിടെ അടുത്ത് എവിടെയും ചാർജിങ് സ്റ്റേഷനും ഇല്ല, ഒന്നുമില്ല. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള EV ഡ്രൈവിങ് ആ ഒരു പാറ്റേൺ മാക്സിമം കൺട്രോൾ ചെയ്തിട്ടുള്ള ഹോട്ടലാണ്. ഒരു 30-35 km/h എന്നുള്ള ലെവലിൻ്റെ മുകളിലോട്ടൊന്നും വണ്ടി കൊണ്ടുപോയിട്ടേ ഇല്ല. മാക്സിമം നോക്കിയിട്ടുള്ള പോക്ക്. അങ്ങനെ പോയി EV ചാർജിങ് സ്റ്റേഷനിലോട്ട് വെറും 16 കിലോമീറ്ററാണ് മുമ്പിൽ കാണിക്കുന്നത്. വണ്ടിയിലാണെങ്കിൽ ആ 15% അതും ഹെയർ പിന്നിൽ വെച്ചിട്ട് പെട്ടെന്ന് പടിപടിയായിട്ട് ചാർജ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 1%-ൽ ഒരു 1/2 കിലോമീറ്റർ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരെ 10%-ലോട്ട് വന്നു. ആ കുത്തനെയുള്ള ഹെയർ പിൻ വളവിൽ ഞാൻ മാക്സിമം വണ്ടി ഒതുക്കി നിർത്തി. കാരണം ഇത് ഇനി പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ട് ഫുൾ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചുരത്തിൽ നിന്ന് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ വണ്ടി പിന്നോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് അതിലും വലിയ അപകടങ്ങൾ വന്നാലോ എന്ന് വിചാരിച്ചു നമ്മുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് മാക്സിമം വണ്ടി ഒതുക്കിയിട്ട് ഞാൻ നിർത്തി. ഒപ്പമുള്ള ഫ്രണ്ട്സിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അവരിനോട് ചോദിച്ചു, എടാ 10% വണ്ടിയിലുള്ളേ, ഇനി പെട്ടെന്ന് കുറച്ചുകൂടി ഉള്ളൂ, 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ ലോക്കൽസൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇനി സ്ലോപ്പാണ് വരുന്നത്, ഹിൽ ഡൗൺ ആണ് വരുന്നത്, അവിടെ റീജനറേഷൻ കിട്ടും, നമുക്ക് എന്തായാലും ഇവിടെ ചാർജിങ് സ്റ്റേഷനിലോട്ട് എത്തും, മുമ്പിൽ വെറും 16 കിലോമീറ്റർ ഉള്ളൂ എന്നുള്ളൊരു ലാഘവത്തിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ EV ഡ്രൈവ് ചെയ്യുന്ന നമുക്ക് മാത്രമുള്ള അതിനെക്കുറിച്ചുള്ള ആ ഒരു അറിവുള്ളൂ. കാരണം ഇതിങ്ങനെ പടിപടിയായിട്ട് ഇറങ്ങുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് ആ 2 ഹെയർ പിൻ ഞാൻ കയറ്റുക. മൊബൈൽ ഫോണിൽ റേഞ്ച് ഇല്ല. അപ്പോൾ അവിടെ ഒരു കുറച്ച് എഗറായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, ലോക്കൽസൊക്കെ നിൽക്കുന്ന ഒരു ചായത്തോട്ടത്തിലോട്ട് കയറുന്ന ഒരു ചെക്ക് പോസ്റ്റാണ്. അവിടെ ഞാൻ കയറി നിന്ന് നോക്കുന്ന സമയത്ത് ചെറിയൊരു റേഞ്ച് കിട്ടി. ആ റേഞ്ച് ഉപയോഗിച്ച് ഞാൻ ടാറ്റയുടെ സപ്പോർട്ടിലോട്ട് സംസാരിച്ച് നോക്കി. ആ മേഡം നമ്മുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി. പക്ഷേ അവർ പറഞ്ഞത് ചുരുങ്ങിയതൊരു 3 മണിക്കൂറെങ്കിലും എടുക്കും ടാറ്റയുടെ പിക്കപ്പ് വാൻ അവിടെ എത്തിപ്പെടാൻ എന്നാണ്. ആ ചെക്ക് പോസ്റ്റിലുള്ള ലോക്കൽസ് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചു, വേണമെങ്കിൽ ബൊലേറോ അറേഞ്ച് ചെയ്ത് തരാം, 3000 റുപ്പീസാണ് ചിലവ് വരിക എന്ന്. മുന്നിൽ മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങളത് സമ്മതിച്ചു. പിന്നീട് അങ്ങോട്ട് 1 മണിക്കൂർ വണ്ടിയിൽ അങ്ങനെ ഇരിക്കുക തന്നെ, അവരെയും വെയിറ്റ് ചെയ്തിട്ട്.
പിന്നീട് നമ്മളെ ഫ്രണ്ട്സ് വണ്ടിയുടെ ബൂട്ട് സ്പേസിലൊക്കെ കയറിയിട്ട് ആ 2-3 സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് അതൊക്കെ സെറ്റപ്പ് ചെയ്ത് ആ വലിച്ചു കൊണ്ടുപോകേണ്ട ആ ഒരു സെറ്റപ്പിലോട്ട് വണ്ടി ആക്കിയെടുത്തു. ബോലറോ ചേട്ടൻ വണ്ടി കൊണ്ട് വന്ന് പിന്നെ വണ്ടിയൊക്കെ അതുമ്പോൾ കെട്ടി മുന്നോട്ട് എടുക്കല്ലേ എന്ന് പറഞ്ഞ സമയത്ത് വണ്ടിയിൽ 10% ഉണ്ടല്ലോ, ഞാൻ ഒരു പുടുത്തം കാര്യങ്ങളൊക്കെ കെട്ടിക്കോട്ടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവർ വണ്ടി വലിച്ച് റോട്ടിലോട്ട് ഇറക്കി അങ്ങനെ കൊണ്ടുപോവാണ്. ഹെയർ പിൻ വളവും കാര്യങ്ങളും കയറുന്ന സമയത്ത് നമ്മളിവിടെ ആക്സലേഷൻ ചെറുതായിട്ട് കൊടുത്ത് സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്നുണ്ട്. വണ്ടി അത്യാവശ്യം പുള്ളിയും കാര്യങ്ങളും അപ്പോഴും ഉണ്ട് കേട്ടോ, അങ്ങനെ കയറി പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ആ 2 ഹെയർ പിന്നും കഴിഞ്ഞ് പിന്നെ ഫുള്ള് സ്ലോപ്പാണ്. വണ്ടിയിലാണെങ്കിൽ 8% ഉണ്ട്. ആ സ്ലോപ്പിലൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വണ്ടി 10% ഒക്കെ ആയി, റീജൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ ആലോചിച്ചു, ദൈവമേ ഈ ബൊലേറോ ചേട്ടനെ വിളിച്ചത് വെറുതെ ആയോ എന്നുള്ളത്. കാരണം ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും റീജനറേഷനിലൂടെ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിലാണെങ്കിൽ ഫുള്ള് സ്ലോപ്പുള്ള ഭാഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയപ്പോഴാണ് ശരിക്കുള്ള പ്രശ്നത്തിലെത്തുന്നത്. നല്ലൊരു ബ്ലോക്ക്, കട്ട ബ്ലോക്ക് എന്ന് പറഞ്ഞാലും പോരാ, നല്ല ബ്ലോക്ക്. ഒരൊറ്റ വണ്ടിക്ക് പോകാൻ പറ്റുന്ന ഏരിയയിൽ 2 സൈഡിലും വണ്ടികൾ വന്നിങ്ങനെ തിക്കി തികഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ചുരത്തിൽ. നമ്മുടെ കഷ്ടകാലം തീർന്നിട്ടില്ല. ആ സമയത്ത് അങ്ങനെ നിർത്തി പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ മുമ്പിലുള്ള കയറുമ്മ കയറിയിട്ട് ആ കയറ് പൊട്ടി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നീട് ഞങ്ങൾ കയറ് കെട്ടിയില്ല, കാരണം ഇനി ഫുൾ സ്ലോപ്പാണല്ലോ. അപ്പോൾ അവരും പറഞ്ഞു ഇനി അത് സുഖമായിട്ട് ഇറങ്ങിപ്പോകും, നമ്മൾ കുറച്ചുകൂടി കഴിയട്ടെ, എന്നിട്ട് നമുക്കൊരു ഫ്രീ സ്പേസ് കിട്ടുന്ന സമയത്ത് അവിടുന്ന് ഫ്രീ ആയിട്ട് ഒന്നുകൂടി നമുക്ക് കെട്ടാമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു അരമണിക്കൂർ ആ ബ്ലോക്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇഞ്ചിഞ്ചായി പോയിട്ട് റീജനും കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയിലുള്ള പെർസെൻറ്റേജ് വീണ്ടും കുറഞ്ഞ് ഒരു 8%-ലോട്ടൊക്കെ എത്തിയ സമയത്ത് ബ്ലോക്ക് ഒന്ന് ഫ്രീ ആയി. ആ ഫ്രീ ആയ സമയത്ത് ഞാൻ ആ ബൊലേറോനെ ഓവർടേക്ക് ചെയ്തിട്ട് മാക്സിമം റീജൻ പിടിച്ചിട്ട് മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്ലോപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു പാലം വന്നു. ആ പാലോടെയും കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയിൽ 6% കണ്ടു. കുറച്ച് ടൈറ്റായിട്ട് വീണ്ടും ബ്ലോക്ക് വരുന്നത് കണ്ടപ്പോൾ ഇനി നമ്മളാൽ ഒരു ബ്ലോക്ക് വേറെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വണ്ടി അവിടെ കിട്ടിയ സൈഡിൽ മാക്സിമം സൈഡാക്കി നിർത്തി. പിന്നീട് ബൊലേറോ ചേട്ടൻ വീണ്ടും വന്ന് അവിടെ സൈഡാക്കി നമ്മൾ ആ വടം വീണ്ടും അങ്ങോട്ട് ഏച്ച് കൂട്ടിയിട്ട് ആ ചേട്ടൻ പിന്നെ കൊണ്ടുപോകുന്നത് നേരെ KSEBയുടെ ചാർജിങ് സ്റ്റേഷനിലോട്ടാണ്. ആ ചാർജിങ് സ്റ്റേഷനാണ് ആ ചേട്ടൻ അറിയുന്നത്. ഒരു കയറുകൊണ്ട് മൂന്നാറെത്തിയങ്ങ് ഒറ്റ കയർ. എണ്ണ വേണ്ട, CNG വേണ്ട, പെട്രോള് വേണ്ട, കറണ്ട് വേണ്ട. നമ്മളാണ് ഈ ഗോയിസിയുടെ തൊട്ടടുത്തൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, അതാണ് നമ്മളെ ലൊക്കേഷൻ ഇട്ടുള്ളത്. പക്ഷെ രണ്ടും അടുത്താണ്. റീജനറേഷനിലൂടെ നിലവിലുള്ള ചാർജ് 12% ആയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. KMAP വാലറ്റിൽ പൈസ ഒക്കെ കയറ്റിയിട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇതാ കിടക്കുന്നു അടുത്ത പണി, ചാർജ് ആകുന്നില്ല. ആ ചാർജർ ഗണ്ണാണെങ്കിലോ വണ്ടിയിൽ നിന്ന് റിലീസും ആകുന്നില്ല. വാലറ്റിൽ കാശ് കയറ്റിയത് മാത്രം മിച്ചം. അതിനിടയ്ക്ക് ഇനി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ആ QR കോഡ് സ്കാൻ ചെയ്യേണ്ട ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ നിന്ന് പറിച്ചിട്ട് പോയിക്കണു. ആപ്ലിക്കേഷൻ മുഖാന്തരം കുറേ ചാർജ് ചെയ്യാൻ നോക്കി, ഒന്നും നടക്കുന്നില്ല. അവസാനം ആകെ ടെൻഷൻ അടിച്ച് വീണ്ടും കസ്റ്റമർ കെയർ നമ്പർ അവിടെ കിട്ടി. ആ നമ്പറിലൊന്ന് എടുത്ത് വിളിച്ചു. അതിൽ വിളിച്ചപ്പോൾ ആ മേഡം പറഞ്ഞു നിങ്ങൾ ആ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യൂ, അതിൻ്റെ അവിടെ ഒരു നോബ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഗൺ റിലീസ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോ അവർ അയച്ചു കേട്ടോ വാട്സപ്പിലോട്ട്. അത് വലിയൊരു ഉപകാരമായി. ആ വീഡിയോ വെച്ച് നോക്കിയിട്ട് ആ നോബ് തിരിച്ചപ്പോൾ നമ്മളെ ഗണ്ണ് റിലീസായി കിട്ടി. പിന്നീട് ഓരോ പ്രാവശ്യം അവർ നമ്മളോട് ഗണ്ണ് കണക്ട് ചെയ്യാൻ പറയും. അവരുടെ ഭാഗത്ത് നിന്ന് അവർ ഓൺലൈനിലൂടെ അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. സംഭവം സ്റ്റാർട്ട് ആവുന്നില്ല, ടൈം ഔട്ടായിട്ട് വീണ്ടും ഗണ്ണായി ലോക്കാവും. പിന്നെ അതൊരു ചടങ്ങായി. ഗണ്ണായി വന്ന് റിലീസ് തീർക്കുക, നോബ് തിരിക്കുക, അങ്ങനെ വെക്കുക. ഇത് നടപ്പിലാവില്ല എന്ന് മനസ്സിലായപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷനിലൊന്ന് പോയി നോക്കി. അവിടെ ചെന്നപ്പോഴാണ് ആൾറെഡി 2 വണ്ടി അവിടെ ചാർജിങ്ങിലാണ്. ഒന്ന് 97% ആയിട്ടുണ്ട് കേട്ടോ. അവർ മാറിയ ഉടനെ നമ്മൾ വണ്ടി കുത്തി 80% ചാർജ് ആകുമ്പോൾ നിർത്തണം എന്ന് കരുതിയാണ് നമ്മൾ ആ ചാർജർ അതിൽ കണക്ട് ചെയ്തത്. ഗോയിസി എന്ന് പറഞ്ഞുള്ള ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇത് പക്ഷേ അവിടെ മറ്റൊരു അത്ഭുതമാണ് നടന്നത് കേട്ടോ. 80% എത്തിയ ചാർജിങ് അതിവേഗം തന്നെ 100-ലേക്ക്. സാധാരണ ഗോയിസിൽ മുന്നിൽ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചാർജ് ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് വേണമെന്നുള്ളത് ഏകദേശം ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് തന്നെയാണ് ആ വാലറ്റിലോട്ട് കയറ്റാറ്. ഇപ്രാവശ്യം ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടിയില്ല. ഫോണിലാണെങ്കിൽ ഏകദേശം ഒരു 100 രൂപയുടെ അടുത്ത് ബാലൻസ് കിടക്കുന്നുണ്ട്. ഗോയിസിയുടെ ഒരു സിസ്റ്റമാണ് ബാലൻസ്, മിനിമം ബാലൻസ് ഒരു 40 രൂപ വെക്കണം എന്നുള്ളത്. മുന്നത്തെ 40 രൂപ ഉണ്ട്, എന്നാലും ഒരു 60 രൂപ എക്സസ് ആയിട്ടാണ് ഇതിൽ കിടക്കുന്നത്. അതിൻ്റെ പുറമെ 20% എക്സ്ട്രാ കയറും ചെയ്തിട്ടുണ്ട്. എങ്ങനെ കണക്കൂട്ടിയിട്ടും എനിക്ക് ആ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഇനി ഇത് വണ്ടിയുടെ ബാറ്ററിയുടെ വല്ല കംപ്ലൈൻറ്റും ആണോ എന്നുള്ളതും ഞാൻ ചിന്തിച്ചു കേട്ടോ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഇനി അതേപോലെ ഇനി പെട്ടെന്ന് ഇറങ്ങിപ്പോയാലോ എന്നുള്ളതുകൂടി പറഞ്ഞതോടുകൂടി എല്ലാ കോൺഫിഡൻസും തകർന്നു. ഈ ചാർജിങ് ടൈമിലൊന്നും ഞങ്ങൾ സമയം പാഴാക്കിയില്ല. തൊട്ടടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഒരു ചെറിയ ഫുഡൊക്കെ കഴിച്ച് ഒരു 3:30 ആയപ്പോഴേക്കും ഞങ്ങളുടെ ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് ഏകദേശം 45 കിലോമീറ്റർ, അതും ഫുള്ള് ചുരമാണ്. അതങ്ങനെ കയറി ഞങ്ങളൊരു 5:30 മണിയായപ്പോഴേക്കും വട്ടവടയിലെത്തി. അവിടെ സമയം ഒരുപാട് വൈകിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആകെ ഒരു നല്ലൊരു ഫോട്ടോ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ചായയും കുടിച്ചു. എന്നിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചിറങ്ങി. വീണ്ടും മൂന്നാറിലെ ആ ഗോയിസി ചാർജിങ് സ്റ്റേഷനിലോട്ട് തന്നെയായിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയത്. അപ്പോഴേക്കും വണ്ടിയിൽ 66%. എല്ലാവർക്കും പേടിയായിട്ടുണ്ട്. ഇനി ഇലക്ട്രിക് വണ്ടിയിൽ യാത്ര പോലും ഇല്ല എന്നുള്ളതാണ് ട്രിപ്പിലുള്ള പല ആൾക്കാരുടെയും അഭിപ്രായം.
ഇനി ഏതായാലും റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് നേരെ 80% വീണ്ടും ചാർജിങ് ആക്കി. ചുരം ഇറങ്ങുകയല്ലേ, അപ്പോൾ റീജിയൻ വഴി നമുക്ക് ഒരുപാട് ചാർജ് കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് കേട്ടോ നമ്മൾ 100% ആക്കാതെ ഇറങ്ങിയത്. അങ്ങനെ ലാസ്റ്റ് ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 70 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു സായ് പട്ടറൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തമിഴ്നാട്ടിലുള്ള സ്ഥലമാണ്. അവിടെ എത്തിയപ്പോൾ ഒരു ആപ്ലിക്കേഷനും ഇല്ല, ഒന്നുമില്ല. പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ടെത്തിപ്പെടുകയാണ്. അതാണെങ്കിൽ ഒരു പുതിയ ആപ്ലിക്കേഷനാണ്, ഹൈഡ്ര EV ചാർജിങ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പ്ലേ സ്റ്റോറിൽ അതൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കയറ്റി. കാരണം ഈ ചാർജിങ് സ്റ്റേഷനിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വരാൻ പോണത് ഒന്നെങ്കിൽ പൊള്ളാച്ചി അല്ലെങ്കിൽ പാലക്കാടാണ്. അത്യാവശ്യം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. വണ്ടിയിലാണെങ്കിൽ 66% ആയിട്ടുണ്ട്. പഴയ പോലെയല്ല, റേഞ്ച് ആങ്സൈറ്റി നല്ലോണം അപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ വണ്ടി 80% ആക്കി. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു തട്ടുകടയിൽ കയറിയിട്ട് ഫുഡും കഴിച്ചു. പിന്നെ വണ്ടിയിൽ റേഞ്ച് ആങ്സൈറ്റി കൂടുതലില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാവരും ഉറങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അങ്ങോട്ട് പിടിച്ചു വണ്ടിയിൽ. സാധാരണ ഒരു പെർസെൻറ്റേജിൽ നമുക്ക് 2.5 മറ്റുള്ളവർക്ക് കിട്ടണതാണല്ലോ നാട്ടിൽ. പിന്നെ ഇവന്മാർ ആകെ ടെൻഷൻ അടിച്ചിട്ടും പേടിച്ചിട്ടും വണ്ടിയിൽ AC ഓണാക്കാൻ സമ്മതിക്കൊന്നുമില്ല. അവർക്കൊന്നും കുഴപ്പമില്ല, രാത്രി കൂടി ആണല്ലോ. അവർ ക്ലാസ്സൊക്കെ താഴ്ത്തിയിട്ടാണ് വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ 1%ലാണ് നോക്കുമ്പോൾ ഏകദേശം 2.8 2.9 കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാനും ഒന്നിനും നിന്നില്ല, ഞാൻ അങ്ങോട്ട് വിട്ടു. അവന്മാർ വണ്ടിയുടെ ബാക്കിൽ കടന്നുറങ്ങി. ഒരാൾ ഗൂഗിൾ മാപ്പ് നോക്കി അങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയപ്പോഴേക്കും വണ്ടിയിൽ 53% ആണ്. അതായത് ഏകദേശം ഒരു 90 കിലോമീറ്ററോളം നമ്മൾ ഓടിയിട്ടുണ്ടാവും അവിടുന്ന്. പിന്നെ ഞങ്ങൾ കിട്ടിയത് ഈസിഗോ എന്ന് പറയുന്ന ഒരു വോക്സ് റെസ്റ്റോറൻറ്റ് ബാക്കിലുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ്. ഒക്കെ ഒരു ചടങ്ങാണ്. ആ ആപ്ലിക്കേഷനിൽ നമ്മൾ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ വാലറ്റിലോട്ടും ഒരു 80% ആകാൻ ഏകദേശം എത്ര രൂപ ഉണ്ടാവും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പൈസ കയറ്റി വണ്ടിയിൽ ചാർജിങ് തുടങ്ങി. പക്ഷേ അവിടെ ഉണ്ടായ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80% ആയിട്ടും ചാർജിങ് കട്ടാവുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പോലെ എന്തെങ്കിലും മറിമായ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാത്തിരുന്നു. 90% ഇത് കട്ട് ഓഫ് ആവാത്ത കണ്ടപ്പോൾ വീണ്ടും ഒരു സംശയം തോന്നി. ഒന്ന് സ്റ്റോപ്പ് അടിച്ച് നോക്കിയാലെന്ന് വിചാരിച്ചിട്ട് ചാർജിങ് സ്റ്റോപ്പ് അടിച്ച് നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 80% വരെ നമ്മൾ ബാലൻസ് പിടിച്ചിട്ടുണ്ട്. ബാക്കി 10%ഓളം മൈനസ് ബാലൻസ്, 146 രൂപയോളം മൈനസ് ബാലൻസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ EV ചാർജിങ് സ്റ്റേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇനി 146 എക്സ്ട്രാ പിടിക്കും. അതായത് മൈനസിൽ ആൾറെഡി നമ്മളെ കയ്യിൽ നിന്ന് പിടിച്ച് കഴിഞ്ഞു എന്നുള്ള അർത്ഥം. ഇതൊന്നും നമുക്കറിയില്ല, നമ്മളോട് ചോദ്യം പോലും അവർ ചോദിച്ചിട്ടില്ല. എന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ ഒക്കെ മൈനസ് ബാലൻസിൽ എടുത്ത് ചാർജ് ചെയ്യുന്നത്. എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ്! ഇതൊന്നും എല്ലാ ആപ്ലിക്കേഷനിലും ഒരുപോലെ അല്ല കേട്ടോ, ഓരോന്നിലും ഓരോ തരത്തിലാണ്. ഫ്രണ്ട്സ് എല്ലാവരും ആകെ ചടച്ച് ട്രിപ്പൊക്കെ കൊളായി എന്നുള്ള തരത്തിൽ ഫുള്ള് കടന്നുറങ്ങുക ഫ്ലാറ്റായിട്ട്. നമ്മളെന്തായാലും വണ്ടി എടുത്തിട്ട് നേരെ പാലക്കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് തിരിച്ചു. അതും ഫുൾ AC ഒക്കെ ഇട്ടുകൊടുത്ത് അവരെ നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് നാട്ടിലോട്ട് വിട്ടത്. അങ്ങനെ ഞങ്ങൾ രാവിലെ പുലർച്ചെ 4 മണിക്കാണ് നാട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയപ്പോൾ വണ്ടിയിൽ പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് 68% ആണ് ബാലൻസ് നിൽക്കുന്നത്. ഇനി ഈ വീഡിയോ കണ്ട നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ടാറ്റയുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ സൈഡിൽ കാണിക്കുന്ന റേഞ്ച് ഉണ്ടല്ലോ, അതൊരു ഹൈപ്പർ റേഞ്ചാണ്, ഒരുപാട് കൂടുതലാണ്. അതിലോട്ട് നോക്കിയിട്ട് ഒരിക്കലും വണ്ടി ഓടിക്കരുത്. അതൊരു ഇമേജിനറി റേഞ്ച് മാത്രമാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു ഉപകാരമില്ലാത്ത ഒരു റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാറിൽ നിന്ന് 100% ആക്കിയ സമയത്ത് നമ്മുടെ വണ്ടിയിൽ കണ്ട റേഞ്ച് എത്ര അറിയോ? 420 കിലോമീറ്ററിലധികമാണ് കാണിച്ചത്. യഥാർത്ഥത്തിൽ ടാറ്റ ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള റേഞ്ച് തന്നെ ആയിക്കോട്ടെ, എന്നാലും അത് മാക്സിമം കുറച്ച് കാണിക്കേണ്ടിയിരുന്നു. എന്നിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ കുറച്ചുകൂടി ബെറ്റർ ആയി ഇങ്ങനെ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിനും കൂടുതൽ റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഇതൊരു ആവശ്യമല്ലാതെ കുറേ ഹൈപ്പായിട്ട് വലിയ റേഞ്ച് കാണിച്ചു തന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ഓടും, എന്നിട്ട് വഴി കൊടുങ്ങുന്ന ഈ ഒരു സിസ്റ്റം അതെന്തിനാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി നിലവിൽ ഈ ടാറ്റയുടെ ഈ വണ്ടി എടുത്ത് പെട്ടവർ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരേ ഒരു പണിയുള്ളൂ കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞുതരാം. വണ്ടിയുടെ അവസാനത്തെ ആ 20% ഉണ്ടല്ലോ, അത് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യരുത്. അതിൽ ആ 20% നമുക്ക് തികച്ചും ഒരു 10 15 കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല, കിട്ടില്ല. അതിന് മുന്നേ തന്നെ ഫുള്ളായിട്ട് ഡ്രോപ്പ് ആയി പോകും. അപ്പോൾ നിങ്ങൾ അത് കൂട്ടണ്ട. പിന്നെ നിങ്ങൾ DC ചാർജിങ് ആണല്ലോ ലോങ് ഡ്രൈവിൽ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ 80% നിർത്തും ചാർജിങ്, അല്ലേ? അല്ലാതെ ഒരു മണിക്കൂർ നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്തിട്ട് 100%ലോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അത് കണക്കൂട്ടാം. അല്ലാത്ത കേസിൽ നിങ്ങൾ ആ ലാസ്റ്റത്തെ 20% ഉണ്ടല്ലോ, അതും ഒഴിവാക്കുക. അപ്പോൾ പിന്നെ എത്ര കണക്കൂട്ടാൻ പറ്റുള്ളൂ? വെറും 60% ആണ് റിയൽ ലൈഫിൽ നമുക്ക് ഈ വണ്ടി കൊണ്ട് ഓടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതിനെ നിങ്ങളൊരു 2.5 വെച്ച് കണക്കൂട്ടിയാൽ തന്നെ, ഞാൻ പറയുമ്പോൾ മാക്സിമം കുറച്ച് കണക്കൂട്ടു, ഒരു 120 കിലോമീറ്ററാണ് ഈ വണ്ടി യാത്ര ചെയ്യാൻ പറ്റുക. മറ്റൊരു പ്രശ്നം, എല്ലാ സ്ഥലങ്ങളിലും ചാർജിങ് സ്റ്റേഷൻ അവൈലബിൾ അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഈ പെട്രോൾ പമ്പിനെ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു 50% എത്തുമ്പോഴേക്കും നിങ്ങൾ വീണ്ടും ആ റേഞ്ച് ആങ്സൈറ്റി എന്നുള്ള ആ ഒരു പ്രോബ്ലത്തിലേക്ക് എത്തും. അതായത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കും, 30% നമുക്ക് കിട്ടുന്നത്, ഇനി അത് 40% വിചാരിച്ചോളൂ. ഇന്നത്തെ തന്നെ ഒരു 2.5 വെച്ച് കണക്കൂട്ടിയാൽ നമ്മളൊരു 70 to 80 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴേക്കും നിങ്ങൾ ചാർജിങ് സ്റ്റേഷൻ തപ്പിത്തുടങ്ങും. അങ്ങനെ കാൽക്കുലേഷൻ പെർസെൻറ്റേജൊക്കെ നോക്കുക.
ചാർജിങ് സ്റ്റേഷൻ തപ്പി തുടങ്ങുക. അങ്ങനത്തെ വെറും ഒരു ചാർജിങ് സ്റ്റേഷൻ തപ്പുന്ന ഒരു ട്രിപ്പായി മാറും നമ്മൾ ഈ ഇലക്ട്രിക് വണ്ടി കൊണ്ട് നിങ്ങൾ ലോങ് പോകുന്ന സമയത്ത്. എസ്പെഷ്യലി ഇതുപോലുള്ള റേഞ്ച് കുറവുള്ള ടാറ്റ പഞ്ചിനെ പോലുള്ള വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ. മറ്റൊരു പ്ലസ് പോയിന്റ് പറയാം, ഈ വണ്ടി നമ്മൾ ഈ ടൗൺ ടു ടൗൺ ഉപയോഗം, അതായത് ഏകദേശം ഒരു 70-80 കിലോമീറ്റർ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ പെർഫെക്റ്റ് ചോയ്സാണ് ഈ വണ്ടി. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഇടയിൽ ഇനി ഒരു ചാർജിങ് പുറത്തുനിന്ന് ചെയ്താലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോകാം. പിന്നെ ഈ വണ്ടി ഇപ്പോഴാണ് ഈ കണ്ടീഷൻ, ഭാവിയിൽ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. അതായത് ഓരോ 10 കിലോമീറ്റർ ഇട വെച്ച് നമുക്ക് എല്ലാ പെട്രോൾ പമ്പിനെ പോലെയും ഒരു ചാർജിങ് സ്റ്റേഷൻ എന്നുള്ള സെറ്റപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രാക്ടിക്കൽ കാർ. എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് റേഞ്ച് ആങ്സൈറ്റി എന്നുള്ള പ്രശ്നമേ വേണ്ട. ആ ചാർജിങ് സ്റ്റേഷനിലോട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഈ വണ്ടി എത്തും. 10 കിലോമീറ്റർ വെച്ചിട്ട് ചാർജിങ് സ്റ്റേഷൻ അല്ലേ, അങ്ങനെ ആലോചിച്ച് നോക്കും. അങ്ങനത്തെ ഒരു കാലം വരുന്നത് വരെ നമ്മൾ ഈ വണ്ടി കൊണ്ട് ട്രിപ്പ് പോകുമ്പോൾ ഇതുപോലുള്ള കാൽക്കുലേഷൻ ചെയ്തിരിക്കും എന്നുള്ളത് കൺഫേം ആണ്. അതല്ലെങ്കിൽ ടാറ്റ ആ സൈഡിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണിക്കുന്ന ആ റേഞ്ച് അത് കുറച്ചിട്ട് കുറച്ചുകൂടി കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് പലപ്പോഴും തോന്നിപ്പോവും. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ചിലരെങ്കിലും ഇതിന് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം. അതായത് നിനക്ക് ആ പൊള്ളാച്ചിയിൽ നിന്ന് തന്നെ ചാർജ് ചെയ്ത് കയറിപ്പോയിരുന്നെങ്കിൽ അവിടെ എത്തുമായിരുന്നില്ലേ, നിൻ്റെ പ്ലാനിങ് തെറ്റിപ്പോയത് കൊണ്ടാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ റിയൽ ലൈഫിൽ വരുമ്പോൾ ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോകും. നമ്മൾ ഐസ് എഞ്ചിൻ വെഹിക്കിൾസ് ഉപയോഗിച്ചിരുന്ന ആൾക്കാരല്ലേ ഈ ഇലക്ട്രിക്കിലോട്ട് മാറുന്നത്. അപ്പോൾ ഇലക്ട്രിക് എന്ന് പറയുന്നത് വെൽ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെയൊക്കെ പെട്ടുപോകും. അപ്പോൾ ഇലക്ട്രിക് എന്ന് പറയുന്ന വണ്ടി എല്ലാവരുടെ കയ്യിലോട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്, സാധാരണക്കാരുടെ കയ്യിലോട്ടും എല്ലാവരുടെ അടുത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് എന്നുള്ളത്. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.